ഹലോ. സാധാരണ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കുന്ന വീഡിയോസാണ് എടുക്കാറുള്ളത്. കുക്കിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കിച്ചണിന്ന് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും രാവിലെ ചോറ് തന്നെയാണ് കഴിക്കണത്. ഞാൻ മുൻപ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പലഹാരത്തിന് ഇവിടെ നിർബന്ധമൊന്നുമില്ല. ചോറായാലും കുഴപ്പമില്ല, എന്ത് കൊടുത്താലും കഴിച്ചോളും. പിന്നെ സ്ഥിരം അങ്ങനെ രാവിലെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പലഹാരം ഉണ്ടാക്കും. അതായത് ആഴ്ചയിൽ 1-2 ദിവസം, അല്ലെങ്കിൽ ശനി ഞായറും പിന്നെ ഒരു ബുധനാഴ്ച, അങ്ങനെ ഇടയിലൊക്കെ. അനുവിനെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുഞ്ഞൊരു കാസറോളാണ്. 1-2 പേര് ഈ പാത്രം മാറ്റാനായിട്ട് സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആൾക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ പരമാവധി പറയുന്നുണ്ട്, പക്ഷെ ആൾ കേൾക്കണില്ല പാത്രം മാറ്റി വാങ്ങിക്കാനായിട്ട്. കടലക്കറി ഇന്ന് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തക്കാളി ചമ്മന്തിയും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. പിന്നെ പപ്പടം ഉണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല. ഇന്നലെയും ഉണ്ടായിരുന്നില്ല. ഇന്ന് മഴ തീരെ കുറവാണ്, ചെറുതായിട്ട് വെയിലുണ്ട്. മഴ ചെറുതായിട്ടൊന്ന് ചാറിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല മഴ ഇതുവരെ പെയ്തിട്ടില്ല. ഇന്നത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ എല്ലായിടത്തും നമ്മുടെ പോലെയല്ല, വെള്ളം കയറിയ വീടുകളുണ്ട്. നമ്മൾ TV വെക്കുമ്പോൾ വിഷമം തോന്നുന്ന സാഹചര്യത്തിലാണ് കേട്ടോ ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥ. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒരു കനാലും പിന്നെ പാടവും ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വെള്ളം കയറി തുടങ്ങിയോന്നൊക്കെ. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷം കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ 2 വർഷമായിട്ടുള്ളൂ ഇങ്ങോട്ട് വീട് വെച്ച് താമസം മാറിയിട്ട്. ഇതുവരെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇനിയുള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.